സന്യസ്തന്റെ പേരിൽ പ്രത്യേകമായി ആശംസിക്കുകയാണ്. ഗബ്രിയേൽ ബ്രദർ 1936 ജനിച്ചത്. പ്രാഥമിക പഠനത്തിന് ശേഷം 1956 നവംബർ 14 പുത്തൂരിലുള്ള സന്യാസ ആശ്രമത്തിൽ ചേർന്ന് സന്യാസ പരിശീലനം ആരംഭിച്ചു. അതിനുശേഷം 1957 മാർച്ച് മെയ് 16 ആദ്യ വ്രതവും തുടർന്ന് 1964 ഫൈനൽ പ്രൊഫഷനും സ്വീകരിക്കുകയുണ്ടായി. ബ്രദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. വളരെ മാതൃകാപരമായി കഠിനാധ്വാനിയായി ഒരു ഉത്തമ സന്യാസിയായി ജീവിച്ച ഒരു സഹോദരനായിരുന്നു ബ്രദർ ജെയിംസ് കുറുക്കാലായി സീനുമായി. പ്രവർത്തിച്ച മേഖലകളിലെല്ലാം എല്ലാ തരത്തിലും എല്ലാ തരത്തിലും എല്ലാ ജോലിയും വളരെ ആത്മാർത്ഥതയോടുകൂടിയും നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ പലതായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് മണിമലയിലുള്ള സെയിന്റ് ജെയിംസ് ആശ്രമത്തിലാണ്. 1958-59 കാലഘട്ടങ്ങളിൽ മണിമല ആശ്രമത്തിൽ അദ്ദേഹം ഒരു അംഗമായിരുന്നു. തുടർന്ന് മുത്തോലി സെന്റ് ജോർജ് ആശ്രമത്തിലും ചമ്പക്കുളം ആശ്രമത്തിലും മുട്ടാർ ആശ്രമത്തിലും മാങ്ങാനം ആശ്രമത്തിലും അദ്ദേഹം സുദീർഘമായ സേവനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ധർമ്മരാം കോളേജിൽ 3 വർഷക്കാലം അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ബാംഗ്ലൂരിലുള്ള ദേവനാഥ് ബാബുവിൽ അദ്ദേഹം 2 വർഷക്കാലം സേവനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പട്ടണക്കാരുടെ സെന്റ് ജോസഫ് ഹൗസിലെ 1975 മുതൽ 80 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രവർത്തനം ചെയ്തു. അതിനുശേഷം അദ്ദേഹം അവരുടെ പ്രവർത്തന മണ്ഡലം നോർത്ത് ഇന്ത്യയിലേക്ക് മാറ്റുകയായിരുന്നു. 1980 തേരാക്കരയിൽ ഗിർദാർപൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം തന്റെ സേവനം ആരംഭിച്ചത്. അതിനുശേഷം ചിന്തഗാഡ് എന്ന സ്ഥലത്ത് 1981 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം സേവനം ചെയ്യുകയുണ്ടായി. ബാംഗ്ലൂരിലുള്ള ചാവറ ആശ്രമത്തിന് 9 വർഷക്കാലം 19 വർഷക്കാലം അദ്ദേഹം ഒരു അംഗമായിരുന്നു. അതിനുശേഷം പ്രായത്തിന്റെ തുടർന്ന് നിർമ്മൽ ആശ്രമം തെല്ലകത്തിലേക്ക് 2015 വന്ന അദ്ദേഹം കുറെ വർഷമായി ചികിത്സയിലായിരുന്നു. രോഗബാധിതനായിരുന്നു. അങ്ങനെ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം ഈ ലോകത്തിൽ സന്യാസ ജീവിതം വിജയകരമായി പൂർത്തിയാക്കി ഇന്ന് ദൈവത്തിലേക്ക് മടങ്ങുകയാണ്. നമുക്കെല്ലാവർക്കും മാതൃകയായി ജീവിച്ച ബ്രദറിനെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നവർക്ക് നമുക്ക് ഒരു മാതൃകയായി സന്യാസ സഹോദരനായി നമുക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് തീർച്ചയായും നന്ദി പറയാം. സന്യാസികളുടെ സംസ്കാര ചടങ്ങുകൾക്ക് 4 ഭാഗങ്ങളാണുള്ളത്. 1ാം ഭാഗം നിർമ്മലാശ്രമം നടത്തുകയുണ്ട്. ഇപ്പോൾ 2ാം ഭാഗമാണ് ഇവിടെ വെച്ച് നടത്തപ്പെടുക. സീനിയർ സഭയുടെ വിക്കർ ജനറലും ജബൽപൂർ പ്രോവിൻസിന്റെ മുൻ പ്രൊവിൻഷ്യലുമായ ഫാദർ ജോസി താമരശ്ശേരിയാണ് 2ാം ഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഈ കർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. സഹോദരി സഹോദരന്മാരെയോ സ്വർഗത്തിന്റെ ജീവൻ നൽകുന്ന വാഗ്ദാനം ചെയ്ത കർത്താവേ, ഭൂമിയിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച ഈ സഹോദരനെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ശിവന്റെയും മരണത്തെയും നാഥായ നയിക്കും. എന്റെ ഹൃദയം ഒരുങ്ങി നിൽക്കുന്നു, മൃതിയുടെ നാദം പൊങ്ങി മുഴങ്ങി. യാത്ര പറഞ്ഞിനി അകലുന്നു ഞാൻ, വിധിയുടെ വാതിൽ തുറന്നു കഴിഞ്ഞു. ദൈവിക സന്നിധി അണയുന്നു ഞാൻ, ശാന്തി എനിക്ക് ലഭിച്ചിടുവാനായി പ്രാർത്ഥിക്കണമേ വിനയമടന്നും. അവിടുത്തെ ആശ്രയിക്കുന്നവർ വിധിക്കപ്പെടുകയില്ലെന്ന അന്നൊരു നേരിയ നാദം
ജീവിതം പോലെ കടന്നു പോകുന്നു. നിത്യവോജപതി പാപം ചെയ്തേ ശിക്ഷകളോർത്തു ഞടുങ്ങുന്നു ഞാൻ. വത്സരമെല്ലാം ഓടിയകന്നു. പരിമിതമല്ലോ ജീവിതകാലം. നിത്യവിധിക്കായണയും മുമ്പേ മോചനമേകണമേ പ്രിയനാഥ. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ വർദ്ധിപ്പിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് ചെയ്ത കർത്താവേ, അങ്ങയുടെ ഉപദേശം പ്രായോഗികമാക്കിക്കൊണ്ട് ലോകത്തിൽ ജീവിച്ച പ്രിയ സഹോദരനെ പരിശുദ്ധരുടെ സ്വഭാവത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥായ എന്നേക്കും. അന്തിമയാത്ര പുറപ്പെടുമീ ദാസന് മോചനമേകണമേ. കർത്താവേ, നിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ. അന്തിമയാത്ര പുറപ്പെടുമേ ദാസന് മോചനമേകണമേ. കർത്താവേ, നിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ. വരികെന്നങ്ങ് വിളിച്ചുടനെ മുഖത്തോട് സന്നിധി ചേർന്നു ഞാൻ. സാദരമങ്ങേ പൂവനിയിൽ ജോലിക്കായി സ്വയം അർപ്പിച്ചു. അന്തിമയാത്ര പുറപ്പെടുമേ ദാസന് മോചനമേകണമേ. കർത്താവേ, നിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ. രാവകളിൽ തിരുസന്നിധിയിൽ ദിവ്യസുമങ്ങൾ ഒരുത്തല്ലോ. ആരാധനയാൽ ആത്മാവിൻ കഴിവുകൾ കാഴ്ചയണച്ചല്ലോ. അന്തിമയാത്ര പുറപ്പെടുമേ ദാസന് മോചനമേകണമേ. കർത്താവേ, നിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ. അഗാധത്തിൽ ഞാൻ അങ്ങേ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപങ്ങളെല്ലാം ഓർത്തിരുന്നാൽ കർത്താവേ, ആർക്ക് രക്ഷയുണ്ടാകും? എന്തെന്നാൽ പാപങ്ങളുടെ മോചനം അങ്ങേ പക്കൽ നിന്നാണല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ഇസ്രായേലും അങ്ങയെ കാത്തിരിക്കുന്നു. അവിടുത്തെ കരുണയുള്ളവരാണല്ലോ. പൂർണ്ണമായ രക്ഷ അവിടുത്തെ പക്കലാകുന്നു. അവിടുന്ന് ഇസ്രായേലിനെ അവരുടെ പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാരുണ്യവാനും മനുഷ്യവർഗത്തിന്റെ രക്ഷകനുമായ കർത്താവേ, അഭേദ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഈ സഹോദരനെ അനുഗ്രഹിക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇയാൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കോട്ടയം സെന്റ് ജോസഫ് പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ ജോർജ് എലിയായി CMI, ജബൽപൂർ നിർമ്മൽ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ തോമസ് പട്ടക്കര CMI, നിർമ്മലാസ് തെള്ളൽ സുപ്പീരിയർ ഫാദർ ബോബി മംഗളത്തുകരോട് CMI എന്നിവരാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഈ തിരുവേദിയിൽ പങ്കെടുക്കാം. അവകാശത്തോടുകൂടി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനകൾക്ക് ശാന്തി ജഗത്തിൽ വിതച്ചവനേ, മരണമടഞ്ഞോ
സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമെവിടെ ഭവിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനന്തവും അഗ്രാഹ്യവുമായ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് സൃഷ്ടികളെല്ലാം അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും
അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവ്വത്തിൽ പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ജീവിതായുമായ ദൈവസന്ദേശം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും സഹനവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും ഞങ്ങൾ രക്ഷപ്രാപിച്ച് നിരന്തരങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, നിങ്ങളെല്ലാം ശ്രദ്ധയോടെ ശ്രമിക്കുകയും വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അധ്യായം 2 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കട്ടെ. എന്നാൽ കർത്താവിന്റെ വാത്സല്യവാചനങ്ങളായ സഹോദരരെ, ആത്മാവുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കാദ്യഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആദ്യ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടെ നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരനെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ ഉയർപ്പിടിക്കുകയും അവയെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ കൃപയുടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത് നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവൃത്തികളിലും സർവ്വജനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യമുയരും പകരും മൊഴികൾ ദൈവകുമാരൻ നരനായി നമ്മെ ഉചിതരാക്കി. ഹൃദയ ശബ്ദം കേൾക്കും, ജീവൻ നേടും സ്വർഗം പോകും ചെയ്യും. ഇതു നിരസിക്കൽ ജീവിപ്പവരും ഹൃദയായി തീരും. സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോട് അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധായ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നെ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവർ നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. അഭിവന്ദന ജോസഫ്
പിതാവേ, കോട്ടയം ജഗദൽപൂർ പ്രൊവിൻസുകളുടെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട കൗൺസിൽ അച്ഛന്മാരെ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ഗംഭീരന്റെ കുടുംബാംഗങ്ങളെ, 83 വർഷക്കാലത്തെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം, അതുപോലെ തന്നെ 64 വർഷം CMI സഭാംഗമായി ഉള്ള ആ സമർപ്പിത ജീവിതത്തിൻ്റെ അവസാനം, തന്നെ വിളിച്ചവൻ വിശുദ്ധനാക്കി ആ പിതാവിൻ്റെ അടുക്കിലേക്ക് ബഹുമാനപ്പെട്ട ഗബ്രിയേൽ ബ്രദർ യാത്രയാകുമ്പോൾ അദ്ദേഹത്തെ യാത്രയയക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ്. 83 വർഷത്തെ ഈ ലോക ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു സ്കോട്ടിഷ് എഴുത്തുകാരൻ സർ വാൾട്ടർ സ്കോട്ട് തൻ്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അനന്തരവൻ വന്ന് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നീ ഇത്രയും സന്തോഷവാനായിട്ട് എന്നും കാണപ്പെടുന്നത് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു വാക്യം, ബി എ ഗുഡ് മാൻ, നത്തിങ് എൽസ് വിൽ ഗീവ് യു കംഫർട്ട് വെൻ യു കം ടു ലൈ ഹിയർ. ഇതുപോലെ അവസ്ഥയിൽ നീ ആകുമ്പോൾ നിനക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നത് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതേ, തൻ്റെ ജീവിതകാലം മൊത്തം ഒരു നല്ല മനുഷ്യനായി ജീവിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയ ഒരു ജീവിതമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട ഗബ്രിയേൽ ബ്രദറിനെ നമുക്ക് കാണാൻ സാധിക്കും. താൻ ഏറ്റെടുത്ത ആ സമർപ്പണ ജീവിതം, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ചുകൊണ്ട് ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ലോകത്തിലെ നേട്ടങ്ങളിൽ തന്നെ തൻ്റെ ജീവിതം തീർക്കാതെ അതിലുപരിയായിട്ട് തനിക്ക് മഹനീയമായ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു നിത്യസമ്മാനം വെച്ചിട്ടുണ്ട് എന്നുള്ള അവിശ്വാസത്തിൽ ഉറച്ചു ജീവിച്ചുകൊണ്ട് താൻ ഏറ്റെടുത്ത എല്ലാ ദൗത്യവും അതിൻ്റെ പൂർണ്ണതയിൽ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടും അതുപോലെ തന്നെ കഠിന പരിശ്രമത്തിലൂടെ അത് എത്രമാത്രം നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചുവോ അങ്ങനെ ചെയ്തുകൊണ്ട് തനിക്ക് കിട്ടിയ സഹനങ്ങളും കുരിശുകളും രോഗങ്ങളും എല്ലാം ആ നല്ലവനായ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിത്വമാണ് ഗബ്രിയേൽ ബ്രദറിൻ്റേത്. ഞങ്ങൾ ക്രിസ്തുവിനെ ഏതൊരു അവസരത്തിലും പ്രഘോഷിക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ട് വിളിക്കപ്പെട്ട തന്റെ വിളി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിളി അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിക്കുവാനായിട്ട് ഈ നാട്ടിലെ സേവനങ്ങൾക്ക് ശേഷം 1980 ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ജഗദൽപൂർ മിഷനിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അദ്ദേഹത്തിന്റെ ആഗ്രഹം പുതിയ സ്ഥലത്ത് തനിക്ക് അപരിചിതവും യാതൊരു വിധത്തിൽ പരിചയമില്ലാത്ത ഒരു നാട്ടിലും നാട്ടുകാരുടെ ഇടയിലും ദൈവസ്നേഹത്തെ കുറിച്ച് തന്റെ ജീവിതം വഴി സാക്ഷ്യം നൽകുവാനും തന്നെ വിളിച്ച് തനിക്ക് വിശ്വാസം നൽകി അവിശ്വാസത്തിൽ വളർത്തിയ നല്ല ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരുന്നു. നമ്മൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറമ്യായെ വിളിക്കുന്ന ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. സംസാരിക്കാൻ പാഠവുമില്ല, വെറും ബാലനാണ് എന്നൊക്കെ പറയുമ്പോഴും ദൈവം അവരോട് പറയുന്നത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്നും നീ സംസാരിക്കണമെന്നാണ്. അപ്രകാരം ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഈ നാട്ടിലായപ്പോഴും നോർത്ത് ഇന്ത്യയിൽ ജഗദൽപൂർ മിഷനിലായിരുന്നപ്പോഴും അത് പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടിയും കഠിനമായ പരിശ്രമത്തിൽ കൂടിയും ചെയ്യുവാനായിട്ട് ഗബ്രിയേൽ ബ്രദർ പരിശ്രമിച്ചിട്ടുണ്ട്. 1958 പ്രഥമ മൃതവാഗ്ദാനം
1980 ജഗദൽപൂരിലേക്ക് തന്റെ സേവനത്തിനായിട്ട് അദ്ദേഹം പോവുകയാണ്. നമുക്കറിയാം 1972 സഭയ്ക്ക് കിട്ടിയ ജഗദൽപൂർ മിഷൻ 80കളിലും അതിന്റെ അരക്ഷിതാവസ്ഥയിൽ അതിന്റെ ബാലാരിഷ്ടകളിൽ കൂടെ കടന്നു പോകുന്ന വർഷങ്ങളായിരുന്നു. ആ ഒരു സമയത്ത് 80-ൽ ഗംഗാലൂർ എന്ന സ്റ്റേഷനിലും 81 മുതൽ 90 വരെ ചിന്തകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ സ്ഥലങ്ങളെല്ലാം വളരെയധികം ഉൾപ്രദേശമായ ഒരു ഗ്രാമപ്രദേശങ്ങളായിരുന്നു. യാതൊരുവിധ സൗകര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലം. അവിടെ ആദിവാസികളായ ജനങ്ങൾക്ക് തന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ സുവിശേഷ സന്ദേശത്തിന് സാക്ഷ്യം നൽകുവാനായിട്ടാണ് അദ്ദേഹം പരിശ്രമിച്ചത്. 82-ല് ജഗദൽപൂർ സെമിനാരിയിൽ ചേരുമ്പോൾ ചിന്തകൾ കൂടിയാണ് ഞങ്ങൾ സെമിനാരിയിലേക്ക് പള്ളിക്കാവിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ വളരെ ഒരു ചെറിയ കുടിലില് ജീവിക്കുന്ന ഗബ്രിയേൽ ബ്രദറിനെയാണ് ആ സമയത്ത് കണ്ടിരിക്കുന്നത്. തന്റെ ഒരു ചെറിയ മോട്ടോർ സൈക്കിളും എടുത്ത് ഗ്രാമപ്രദേശങ്ങളിലെല്ലാം പോയി അവിടെയുള്ളവർക്ക് ഒരു ഡോക്ടറായതുകൊണ്ട് അവരുടെ അജ്ഞതയിൽ എന്തെല്ലാം രോഗങ്ങൾ വന്നാലും അതെല്ലാം മന്ത്രവാദത്തിലൂടെ പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുന്ന അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ശുശ്രൂഷ നൽകുവാനും മരുന്നുകൾ കൊടുക്കുവാനുമായിട്ട് അദ്ദേഹം പരിശ്രമിച്ച് അങ്ങനെ പലരുടെയും അജ്ഞതകൾ മാറ്റുവാനായിട്ട് ഗബ്രിയേൽ ബ്രദർ പരിശ്രമിച്ചിരുന്നു. അതിനുശേഷം അവിടെ 9 വർഷത്തോളം ജോലി ചെയ്തതിനു ശേഷം 90 മുതൽ 2009 വരെ ബാത്തെ എന്ന സ്റ്റേഷനിലാണ് അദ്ദേഹത്തിന്റെ സേവനം അദ്ദേഹം നിർവഹിച്ചത്. അതും ഇതുപോലെ തന്നെ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കുഗ്രാമമായിരുന്നു അന്ന്. അവിടെയും ഇതുപോലെ തന്നെ ആളുകളെ തേടി ഗ്രാമങ്ങളിൽ പോവുകയും അവർക്ക് മരുന്ന് കൊടുക്കുകയും ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളെ അലട്ടുന്ന രോഗാവസ്ഥകളിൽ നിന്നെല്ലാം അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് ഗബ്രിയേൽ ബ്രദർ തന്റെ ജീവിതം മൊത്തം ഒഴിഞ്ഞുവെച്ചിരുന്നു എന്ന് നമുക്ക് പറയാം. ബ്രദറിനെ അടുത്തറിയുന്നവരാണ് ഇവിടെയുള്ള പലരും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുറിയിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാം അടുത്ത കാലം വരെ തനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്നും നഷ്ടപ്പെടുത്താതെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെന്നുള്ള ഒരു വിചാരത്തില് സൂക്ഷിച്ചു വയ്ക്കുകയും അത് ഉപയോഗിക്കുവാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടും സംരക്ഷിക്കുവാനായിട്ട് പറയുന്ന ആ അവസരത്തിൽ ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാസ്റ്റിക്കിനെ കുറിച്ചും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചുമെല്ലാം വളരെ അതിന്റെ ഉപയോഗത്തെ കുറിച്ച് അവബോധപ്പെട്ടുള്ളവരായിട്ട് അവയെല്ലാം സൂക്ഷിച്ച് ഉപയോഗിക്കുവാനും വളരെ പരിമിതമായിട്ട് ഉപയോഗിക്കുവാനും എല്ലാം പരിശ്രമിച്ച ഒരു വ്യക്തി. അങ്ങനെ തീർത്തും ഗ്രാസ് റൂട്ട് ലെവൽ ഭൂമിയോട് വളരെ പ്രാക്ടിക്കലായ വിധത്തില് പ്രായോഗികമായ വിധത്തില് കാര്യങ്ങൾ ചെയ്ത് ഡൗൺ ടു എർത്ത് ആയിട്ട് പ്രവർത്തിക്കുന്ന ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഗബ്രിയേൽ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു പ്രദേശത്ത് ചെല്ലുമ്പോൾ ഭാഷ 40-ാം വയസ്സിലാണ് 40-ാം വയസ്സിലാണ് അദ്ദേഹം ജഗദൽപൂരിലേക്ക് ചെല്ലുന്നത്. ഭാഷ, സംസ്കാരം, ജീവിത രീതികള്, ഭക്ഷണം, കാലാവസ്ഥ ഇവയെല്ലാം തികച്ചും അവരുടെ അന്യമായ ഒരു അവസ്ഥയിൽ അവിടെ ചെന്നെല്ലാം പഠിച്ചെടുക്കുവാനും ഇതിനോട് പൊരുത്തപ്പെടുവാനുമായിട്ട് അദ്ദേഹം കാണിച്ച ആ താല്പര്യവും അതിനുവേണ്ടി ചെയ്ത ആ പരിശ്രമവും എല്ലാം അദ്ദേഹത്തെ ഒരു തികഞ്ഞ മിഷണറിയായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമർപ്പണം നമ്മൾ കാണുമ്പോൾ
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ താൻ സമർപ്പിത ജീവിതത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിധി, തന്റെ ജീവിതത്തിൽ നിധി എന്താണെന്ന് കണ്ടെത്തി അങ്ങനെ അന്വേഷിച്ച ഒരു ജ്ഞാനി എന്ന വിധത്തില് ആ നിധി കാത്തു സൂക്ഷിച്ച് അതിൽ ആനന്ദം വേണ്ട ആ വ്യക്തി തന്റെ വിധിയുടെ അർത്ഥം എന്താണെന്ന് ശരിയായിട്ടും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും അദ്ദേഹം വ്യക്തിപരമായിട്ട് കാണാനായിട്ട് വരുമ്പോൾ സഭയോടുള്ള സ്നേഹവും സമർപ്പിത ജീവിതത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്നും മുഴച്ചു നിന്നിരുന്നു. അതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. എപ്രകാരം സഭയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പ്രകടിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു നല്ല മിഷണറി ആയിട്ട് തന്നെ കാണുമ്പോൾ നമുക്കറിയാം, സുവിശേഷത്തിനായി തന്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കർത്താവിന്റെ ദിനങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് യെശയ്യാ പ്രവാചകന്മാരെ മറ്റു പ്രവാചകന്മാരെ പോലെയും ഒരു പ്രവാചക ശബ്ദമായിട്ട് മാറുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിലപ്പോഴെങ്കിലും എല്ലാം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിമർശനാത്മകമായിരുന്നുവെങ്കിലും അത് സഭയുടെ നന്മയ്ക്കും താൻ അംഗമായിട്ടുള്ള സഭ ഈ ലോകത്തിൽ നന്മ ചെയ്യുവാനായിട്ടാണ് ഉണ്ടായത്, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാര്യങ്ങളായിരുന്നു അദ്ദേഹം പലപ്പോഴും പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട ഗബ്രിയേൽ ബ്രദറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ എന്റെ മനസ്സിൽ വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഫ്രട്ടേലി തൂത്തിയിലെ നല്ല സമറിയാക്കാരനെ ചിത്രീകരിക്കുന്ന രംഗമാണ്. പരിശുദ്ധ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ ഉപമയിലെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം ആരാണ് എന്റെ അയൽക്കാരൻ എന്നുള്ള ചോദ്യത്തിനേക്കാൾ ഉപരിയായിട്ട് നിത്യജീവൻ നേടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഗബ്രിയേൽ ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഒരു ഒറ്റ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. നിത്യജീവൻ നേടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ആദിവാസികളെയും അല്ലെങ്കിൽ നമ്മളുടെ സഹായം ആവശ്യമുള്ളവരെയും എല്ലാം നല്ല അയൽക്കാരനായി മാറിക്കൊണ്ട് ആർക്ക് ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യമുണ്ടോ അവരെ തേടിപ്പോകുവാനായിട്ട്, അവര് തന്റെ അടുക്കിലേക്ക് വരുന്നതിലുപരിയായിട്ട് ഗ്രാമങ്ങളിലേക്ക് അവരെ തേടിപ്പോകുവാനായിട്ട് താൻ സേവനത്തിരുന്ന ചിന്തകളിലും ഗാന്ധിയിലുമെല്ലാം അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. പിന്നീട് നെൽസനാറിലും ഇതുപോലെ തന്നെ ഒരു ഡിസ്പെൻസറിയുമായിട്ട് അദ്ദേഹം തന്റെ സേവനം അവിടെ തനിക്ക് സാധിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ചെയ്തു. ഇപ്രകാരം നന്മ ചെയ്ത് കടന്നുപോയ ഒരു ജീവിതത്തെയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഗബ്രിയേൽ ബ്രദർ 83 വർഷം ഈ ലോകത്തിൽ ജീവിച്ച, ദൈവത്തിന്റെ ദാനമായിട്ട് ജീവിച്ച ജീവിതത്തിന് നമുക്ക് നന്ദി പറയാം. ഏതൊരു മരണവും നമുക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ എത്രമാത്രം നന്മയോടുകൂടി നന്മ ചെയ്ത് കടന്നു പോകുന്നുവോ അതുപോലെ തന്നെ സ്കോട്ടിഷ് എഴുത്തുകാരനായ സാർവാൾട്ടർ പറഞ്ഞതുപോലെ വളരെ കംഫർട്ടബിളായിട്ട് യാതൊരു വിധത്തിലുള്ള ആകുലതകളുമില്ലാതെ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നുവോ ആ ലക്ഷ്യത്തിനെ പ്രാപിക്കാനായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അടുത്ത കാലങ്ങളിലെല്ലാം കിടപ്പായപ്പോഴും വേദനകളുള്ളപ്പോഴുമെല്ലാം തന്റെ സന്തോഷ പ്രകൃതി നഷ്ടപ്പെടുത്താതെ ശാന്തമായിട്ട് തന്നെ മരണത്തെ കൈവരിക്കുവാനായിട്ട് ഗബ്രിയേൽ ബ്രദറിന് സാധിച്ചത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഗബ്രിയേൽ ബ്രദറിനെ നിത്യസമ്മാനത്തിനായിട്ട് യാത്രയാക്കുമ്പോൾ അദ്ദേഹം സഭയിലും സമൂഹത്തിലും പ്രത്യേകമായും വികതപൂർ മിഷനിൽ ചെയ്ത സേവനങ്ങളെ നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം. ദൈവത്തിന് നന്ദി പറയാം. ഗബ്രിയേൽ ബ്രദറിനെ നമുക്ക് സഭയ്ക്ക് നൽകിയ കുടുംബത്തെ
ഈ സമർപ്പണ ജീവിതത്തിനായിട്ട് അദ്ദേഹത്തെ തന്ന അദ്ദേഹത്തെ മാതാപിതാക്കള്, അദ്ദേഹത്തിന്റെ സഹോദരങ്ങള്, സഹോദര മക്കളെ എല്ലാവരെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. അദ്ദേഹം നൽകുന്ന സന്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് പരിശ്രമിക്കാം. അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ സാക്ഷ്യം നൽകുവാനായിട്ട് ഏതൊരു അവസ്ഥയിലും ഏതൊരു സാഹചര്യത്തിലും നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നതിന്റെ ഒരു മാതൃക നമുക്ക് അതിന് പ്രചോദനമായി തീരട്ടെ. ഈ അവസരത്തിൽ അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം മാനുഷികമായ പരിമിതികളിൽ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും പരിമിതികളോ ഉണ്ടെങ്കിൽ കാരുണ്യവാനായ ദൈവം അത് എല്ലാം ക്ഷമിച്ചുകൊണ്ട് നല്ല യോദ്ധാവിനെ പോലെ തന്റെ ഓട്ടം പൂർത്തിയാക്കി ഇവിടെ കിടക്കുന്ന ഈ ഗബ്രിയേൽ ബ്രദറിന് നിത്യസമ്മാനം നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മയെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ശിക്ഷകൾക്ക് മോചനം നൽകി സഭകളുടെ ആത്മാവിനെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പരിതാപവും മറ്റു ഉല്ലാസങ്ങളും വിശുദ്ധീകരണവുമായി സഭകളുടെ ആത്മാവിനെ നിത്യാനന്ദ നടപ്പാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായി ആത്മാവിന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബദ്ധമായ ജീവിതത്തിലൂടെ അങ്ങേദാസന്റെ ആത്മാവിനെ അനന്തമായ സ്വർഗ്ഗരാജ്യത്തിൽ അങ്ങയുടെ സഹചാരിയാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വയം പരിത്യജിച്ച് തന്നെ കുരിശിൽ വായിച്ചുകൊണ്ട് അങ്ങയെ അനുഗ്രഹിക്കുകയും സന്യാസത്തിന്റെ കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്ത ഈ സഹോദരന്റെ വിദ്യാഭ്യാസം പറയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തനായ വൃദ്ധനെ പോലെയും അങ്ങയുടെ കാത്തിരിക്കുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മണവറയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആത്മാവുമായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഉദാഹരണം വഴി മനുഷ്യവർഗത്തെ അങ്ങയുടെ മോഹത്തിന്റെ പ്രതിയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ സന്യാസ സഹോദരന്റെ വേർപാടിൽ ദുഃഖാർത്ഥരാകുന്ന സഭാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മനുഷ്യവർഗത്തിന്റെ അഭേദ്യമായ അനുസരിച്ച് മരണം വഴി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരനെ കാരണപൂർവ്വം തൃക്കൺ പാർക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇയാൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് നീതിമാന്മാരോടുകൂടെ ഇയാളെ നിത്യമഹത്വം അണിയിക്കണമേ. ലോകത്തിൽ ഇയാളെ ഓർത്ത് ലഭിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. പുരുഷന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ കണ്ണുകൾ കേട്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിന് ഞങ്ങളെല്ലാവരെയും പ്രകടമാക്കുകയും ചെയ്യണമേ. സഹോദരരെ, നമുക്ക് തലകുറിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഞങ്ങളുടെ ദൈവമേ, സർവ്വവും ശൈലികവുമായ സഭയുടെ മേഖലയുടെ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ പുത്രബന്ധങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും നിശ്ചയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേ ഞങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ നീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. നിത്യപിതാവേ
കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി നിൻ തിരുസുതനാ ഈശോയാ കൈക്കൊള്ളണമേ ദിവ്യബലി ഞങ്ങളെയൊന്നാ നിൻ തിരുമുൻപിൽ കാഴ്ചയണയ്ക്കും ആദരവാ ദിവ്യനിടത്താ മർത്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി നിൻ തിരുസുതനാ ഈശോയാ കൈക്കൊള്ളണമേ ദിവ്യബലി. സുരനുടെ പ്രേഷിതരേ ഏകജനസ്നേഹിതരേ ശാന്തിയെ വീഴ്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസായും ശരീരത്തിന്റെ ഉയർവും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സർവ്വത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ വേണ്ടി ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാധീശന്മാരും രാജവംശന്മാരും മെത്രാപ്പൊലീത്തന്മാരും മെത്രാന്മാരുമായ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വായ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസവും വരിച്ച ലോകത്തിൽ ഏർപ്പെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും വിശ്വായുടെ കൃപയായി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ പൂർത്തിയാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാന സ്വീകരിക്കപ്പെടും യോഗ്യരായ ദാസന്മാർക്ക് വേണ്ടിയും ഇപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഗബ്രിയേലിനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. മനുഷ്യവംശത്തോട്
പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും പിന്നും നിറയുന്നു മന്നവരവരുടെ മഹിമകളാൽ ഉന്നത വീതിയിൽ ഹോസാന ദാവീദിൻ സുതൻ ഹോസാന രാജാവാം വീണ്ടും വരുവോരും തന്നെ ഉന്നത വീതിയിൽ ഹോസാന. ഈ
മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ദിവസത്തിന്റെ വരെയുടെ വലത് ഭാഗത്ത് നിർത്തണമേ. അങ്ങേ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത് നിർത്തണമേ. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും കുരിശോളമെത്തുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം കുരിശോളമെത്തുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ കേൾക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും നിങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഇവയിൽ
കരുണയുമായ കർത്താവേ, നീ സ്തുതി. ജീവദായകവും ദൈവികവുമായ രക്ഷകളിൽ പങ്കുചേരാൻ പങ്കാളികളെക്കാൾ പൂർവ്വം യോഗ്യരാക്കി ഞങ്ങളുടെ നാട്ടിൽ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിൽ എപ്പോഴും സ്ത്രീയിൽ ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗ്ഗത്തിന്റെയും നാഥായ ദൈവം. ആമേൻ. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം മിശിഹായേ, ശാശ്വത ജീവൻ ഉറവിടമേ, നിന്റെ നാമം മഹനീയം. നിന്നുടെ രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാവരും പാലിൽ മൃത്യു വരിച്ചാലും ജീവിച്ചിടും സ്വർഗ്ഗത്തിൽ. അവരുടെ സ്മരണയുണർത്തിടുമേ, ബലിയിൽ ചേർന്നവരാം നിങ്ങൾ. സ്വർഗ്ഗോന്മുഖരായി ജീവിക്കാൻ കൃപയാലെന്നും നിറയട്ടെ. ജീവനും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ കൃത്യത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു, അത് എത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. എന്റെ ദിവസങ്ങളെല്ലാം പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം അങ്ങയുടെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നുപോകുന്നു. മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. കർത്താവേ, അല്ലാതെ എനിക്ക് ആശ്രയം. തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എനിക്കുള്ള ശിക്ഷയെല്ലാം അടച്ചു തരണമേ. പാപത്തിൽ നിന്നുള്ള ശിക്ഷയെ ഞാൻ തളർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണയുള്ള കർത്താവേ, കരയുന്നവരെ വിളിക്കുകയും ശിക്ഷപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യും. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പൗർണ്ണമി ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ ശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രകാശങ്ങളാൽ എന്റെ ആത്മാവിനെ കൃപാവനം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിനെ പോഷണം നൽകി നിന്നോട് ഞാൻ യാത്ര പറയുന്നു.
എനിക്ക് അന്തിമാഭിവാദം അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന സമാധാനങ്ങളെ ബന്ധുമിത്രാദികളെ ഞാൻ നിത്യമാവിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ തകർന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെല്ലാം നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ നാം നിർമ്മിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹമുള്ളവരെ, മൃതരെ പേടകൾ സംബന്ധിച്ചുകൊണ്ട് സെമിത്തേരിയിലേക്ക് നമ്മൾ തുടർന്ന് യാത്രയാവുകയാണ്. അതിനു മുൻപ് പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അന്തിമോപചാരം അർപ്പിക്കുവാൻ എല്ലാവർക്കും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും രണ്ട് ശൈലികളും പൂക്കൾ അർപ്പിച്ച് മോഡലിൽ കാത്തുനിൽക്കണമെന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം സെമിത്തേരിയിലെത്തിയതിനു ശേഷം വൈദ്യരെല്ലാവരും വൈദ്യരെ മാത്രമുള്ളവരെ സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാവുന്നത് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. പിതാവേ, പ്രിയബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സെ, ബ്രദറിന്റെ പ്രിയ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, 83 വർഷം ഈ ലോകത്തില് ദൈവത്തിന്റെ വിളി സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച് നമ്മോട് യാത്ര പറഞ്ഞു പോകുന്ന പ്രിയ ബ്രദറിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുവാനാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യമായി തന്നെ സ്നേഹിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ ബ്രദറിനെ ഈ ലോകത്തിലേക്ക് ഞങ്ങളുടെ ഇടയിലേക്ക് വിടുകയും തൻ്റെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്കും ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഉപയോഗിച്ച് നമ്മളിന്ന് കടന്നു പോകുന്ന ആ നല്ല സഹോദരനെ നൽകിയതിന് സ്നേഹിതാവായ ദൈവത്തിന് ആദ്യമായി തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നന്ദി അറിയിക്കുന്നത് നമ്മളോട് യാത്ര പറഞ്ഞു പോകുന്ന ഗബ്രിയലാണ്. തൻ്റെ ജീവിതം വഴി വളരെയേറെ പേർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുകയും വളരെയേറെ പേരുടെ ജീവിതത്തിൽ സന്തോഷവും വളർച്ചയും ആരോഗ്യവും ശാന്തിയും സമാധാനവും എല്ലാം പകർന്നു കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ച് വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കടന്നുപോയ അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ദൈവകർമ്മങ്ങൾ നമ്മൾ കുർബാനയ്ക്കുമൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദൽപൂർവ്വതയുടെ പിതാവ് തലമുറകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. അദ്ദേഹം ഇന്നലെ അവിടെ വരികയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് നമ്മളോടെ ആയിരിക്കുകയും കുർബാനയ്ക്കുകയും ഈ കർമ്മങ്ങളിലെല്ലാം നിലനിൽക്കുകയും ചെയ്യുന്നു. ജഗദൽപൂർവ്വതയിലും മിഷനിലും ജോലി ചെയ്ത സമയം മുഴുവൻ പിതാവ് എപ്പോഴും എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളെ വളരെയേറെ ശ്ലാഘിക്കുകയും അദ്ദേഹത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. പിതാവ് പട്ടുവേൽ ആദ്യമായിട്ട് വന്നപ്പോൾ ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു ആദ്യമായിട്ട് ജോലി ചെയ്തത്. അങ്ങനെ വിഷ്ണുവായി വളരെയേറെ ബന്ധപ്പെട്ട് വിഷ്ണുവിന് ഒരു നല്ല വിഷ്ണുവായി കടന്നുപോയ ആ ബ്രദറിൻ്റെ ഈ അന്തിമസംസ്കാരത്തിൽ പങ്കെടുത്തതിന് പിതാവിനെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ കോട്ടയം ഇടയടച്ച് മറ്റ് അച്ഛന്മാരെല്ലാവരും ഇവിടെ വരികയും ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയും. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ്, മറ്റ് നമ്മുടെ ബന്ധുക്കളും ബന്ധുക്കളുമായ എല്ലാവരും ഇവിടെ വന്നു. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ദൂരെ നിന്ന് വന്ന ബ്രദറിൻ്റെ കുടുംബാംഗങ്ങൾ അവർ ബ്രദർ അസുഖം എപ്പോഴും പല പ്രാവശ്യം കൊണ്ട് കണ്ടു.
വീണ്ടും ഇന്ന് ഇത്രയും ദൂരത്തു നിന്ന് ഇവിടെ വരികയും ഈ കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ആ ബ്രദറിനോടുള്ള സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ബ്രദറിൻ്റെ അസുഖമായപ്പോൾ വളരെയേറെ ഏകദേശം 6 വർഷത്തോളം അസുഖമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ബ്രദറിനെ നോക്കി ബ്രദറിനെ എല്ലാ കാര്യം ചെയ്ത അച്ഛന്മാരോടും പിന്നെ ബ്രദറിൻ്റെ ചികിത്സ ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോടും മറ്റ് സ്റ്റാഫിനോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചെങ്ങൽപ്പോട് കുട്ടികൾക്ക് വളരെയേറെ പേര് വന്നിട്ടുണ്ട്. ഈ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ അവർക്ക് പ്രത്യേകം നന്ദി പറയും. ഈ സംസ്കാരത്തിന് ഈ ഇവിടുത്തെ മലയാളാശ്രമത്തിൽ നടത്തുവാനായിട്ട് നമ്മൾ ആലോചിച്ചപ്പോൾ ഇവിടെ വിവരിച്ചത് വളരെ സന്തോഷത്തോടുകൂടി അത് തയ്യാറാവുകയും വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സംവിധാനങ്ങളും ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് വിവരിച്ചതും ബഹുമാനപ്പെട്ട ഇലക്ഷനും മറ്റേ എല്ലാ അച്ഛന്മാർക്കും ഇതിനുവേണ്ടി പണിതിട്ട് എല്ലാവർക്കും പരിശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ ചടങ്ങുകൾ ഭംഗിയായി നടത്തുവാനായിട്ട് സഹായിച്ച എല്ലാവരും പന്തലുകാരുണ്ട്, നൽകിയവരുണ്ട്, അവരുടെ അറേഞ്ച്മെൻറ്റുകളുണ്ട്, ആംബുലൻസുകാരുണ്ട്, ഫോട്ടോഗ്രാഫി ചെയ്തവരുണ്ട്. അങ്ങനെ ഓരോ വിധത്തിലും ഈ ചടങ്ങ് ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ദ്വാരം, ഒരു വഴിയായി കാണുവാനായിട്ട് സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാം സ്നേഹം ബ്രദർ സ്വർഗത്തിൽ നിന്നുകൊണ്ട് നമുക്കായി അനുഗ്രഹങ്ങൾ എടുത്തിടാനിടയായി പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദറിന് എല്ലാവിധ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗീയ സ്ഥലത്തിൽ കിട്ടുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും തുടർന്ന് അദ്ദേഹത്തെ മരിച്ചുകൊണ്ട് നമ്മുടെ സ്ഥലത്തിലേക്ക് യാത്രയിലാവുകയാണ്. ആദ്യമേ പള്ളികൾ മുഖ്യദ്വാരക്കാരൻ ബ്രദറായിരുന്ന CMI സന്യാസി സമൂഹത്തിലെ സഹോദരങ്ങളാണ്, അച്ഛന്മാരാണ് പ്രത്യേക പേടകം നോക്കിയ ബ്രദറിൻ്റെ ബന്ധുക്കൾ പള്ളിയുടെ മുഖ്യദ്വാര മുതൽ സെമിത്തേരി വരെ ബ്രദറിൻ്റെ പേടകം വലിച്ചുകൊണ്ട് പോകുന്നതാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപോയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗബ്രിയേൽ സഹോദരന്
വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സത്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യരെ ഉയർപ്പിക്കുകയും നീതിമാന്മാർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും സന്യാസവ്രതാനുഷ്ഠാനത്താൽ അനുഗ്രഹീതവുമായ ഈ ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കൊണ്ട് എന്നെ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിൽ എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, അങ്ങേ അനുഗ്രഹത്തിന്റെ ദിവ്യരത്താൽ ഇയാളെ ആശ്വസിപ്പിക്കുകയും കബറിടം വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കുരിശ് വഴിയായി നമ്മെ രക്ഷിക്കപ്പെട്ടവന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളവും പോലെ അങ്ങേ പ്രസാദിപ്പിക്കുമാറാകട്ടെ. സോപ്പാവുണ്ടെന്നെ തെളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, അങ്ങേ അനുഗ്രഹത്തിന്റെ ദിവ്യരത്താൽ ഇയാളെ ആശ്വസിപ്പിക്കുകയും ഈ കബറിടം വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കുരിശ് വഴിയായി നമ്മെ രക്ഷിക്കപ്പെട്ടവന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളത്വം പോലെ അങ്ങേ പ്രസാദിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര, ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു. ഇനി ദൈവത്തിന്റെ മാലാഖമാർ അങ്ങേ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങയെ ഉയർപ്പിച്ച് തന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ത്യാഗപൂർണമായ സന്യാസ ജീവിതത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പശ്ചാത്തപിക്കുന്ന ഭാവികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. കരയറ്റവനായ ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക, നാഥനിൽ നിന്നത് കേൾക്കും മനുഷ്യനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. കർത്താവേ, എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യരെ ഒന്നുകൂടിയിലേക്ക് പിന്തിരിക്കുകയും നിങ്ങൾ പശ്ചാത്തലിക്കുകയും ചെയ്യുന്നു. അമേരിക്ക മത്സരങ്ങൾ അസ്തമിച്ചൊരു ദിവസം പോലെയും രാത്രിയുടെ യാമം പോലെയും ആകുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം പോലെ കടന്നു പോകുന്നു. രാവിലെ പൂവിടുകയും വൈകുന്നേരം
വാടിത്തളരുകയും ചെയ്യുന്ന വയലിലെ പുഷ്പം പോലെ തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവയായ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസൻ ഗബ്രിയേൽ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനോപദേശം മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുദ്ധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗബ്രിയേൽ സഹോദരന് മഹനീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇയാൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മലാഖമാരുടെ വിശുദ്ധരുടെയും വസതിയിലേക്ക് ഇയാളെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് ഈ സഹോദരനെ ബഹുമാനിക്കുകയും ഈ ആളിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദവരം ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ, എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എന്നാത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ.
സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ. ദുഃഖമില്ലവിടെ, ദുരിതമില്ലവിടെ, ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. നിങ്ങളെ വിട്ടങ്ങ് പോകുന്നെങ്കിലും എൻ സ്നേഹം നിങ്ങളെ വിട്ടുപോകില്ല. പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും, സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ.